എല്ലാവർക്കും PSC ലളിതത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ ഏതൊരു എക്സാം എടുത്താലും 10th ലെവൽ ആയാലും +2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഏതൊരു പരീക്ഷ എടുത്താലും അതിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം 1920. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എന്നാണ് 1920 നാഗ്പൂർ സമ്മേളനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ നേതാക്കൾ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള കാരണം എന്തൊക്കെയാണ്? കാരണങ്ങൾ: ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന് ദേശീയ നേതാക്കൾ ആശങ്കപ്പെട്ടു. നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ പൂർണ്ണമായിട്ടും ഇല്ല. അപ്പം ഈ രണ്ട് കാരണങ്ങളാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് പിന്നാക്കം നിൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച രാജ്യം ഛിന്ന ഭിന്നമാകുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുപോലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നില്ല. ഇനി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യം ഉന്നയിച്ച് തെലുങ്ക് ജനതയ്ക്കായി 1952 നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്കായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിയമിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. 1953 ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അധ്യക്ഷനെ കൂടാതെ മറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. 2 പേര്, HN കുൻസ്രുവും KM പണിക്കരും. മലയാളി ആരായിരുന്നു? KM പണിക്കർ. അപ്പം മലയാളിയാണ് KM പണിക്കർ, HN കുൻസ്രു, ഇവരാണ് 2 പേര്. ഇതിന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഇവർ 3 പേരുമായിരുന്നു ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഇനി ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1955 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത് 1956 ആ വർഷം ഓർത്തു വെച്ചിരിക്കുക. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത് 1956. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ ആദ്യം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവുമാണ് നിലവിൽ വന്നത്. 1948 ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ജസ്റ്റിസ് SK ദർ കമ്മീഷൻ. അപ്പോൾ 1948 ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ജസ്റ്റിസ് SK ദർ കമ്മീഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC സംസ്ഥാന പുനഃസംഘടനയ്ക്കായിട്ട് നിയമിച്ച കമ്മീഷനാണ് JVP കമ്മിറ്റി. ഈ JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 1960. പഞ്ചാബ് നിലവിൽ വന്നത് 1966. മണിപ്പൂര്, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ വന്നത് 1978. അരുണാചൽ പ്രദേശ്, മിസോറാം നിലവിൽ വന്നത് 1987. നാഗാലാൻഡ് 1963. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് നിലവിൽ വന്നത് 2000. തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത് 2014. അപ്പം ഇത്രയുമാണ് സംസ്ഥാന പുനഃസംഘടന എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ 1 മാർക്കിന്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് 1 മാർക്ക് അല്ലെങ്കിൽ ഈ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് എഴുതി തന്നെ പഠിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്